ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു കാര്യവും ഒന്നും കാണിക്കാൻ വേണ്ടിയല്ല ഫ്രീ ഫയറിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഈ കാര്യം ഞാൻ എൻ്റെ കൊച്ചിയിലെ ഞാൻ എന്ന് മുതലാണോ ഫ്രീ ഫയർ കളിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 3ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ചേട്ടൻ ഈ ഫ്രീ ഫയർ കളിക്കുന്നത്. അന്ന് ചേട്ടന് ഒരുപാട് ലെവലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റേത് നോക്കിയാണ് ഞാൻ ഈ ഫ്രീ ഫയർ പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ചേട്ടൻ 2022 ഗൾഫിൽ പോയപ്പം പിന്നെ ആ ഫോണിൽ ആരും കളിക്കാനില്ല. അങ്ങനെ ഞാൻ കളിച്ചുകൊണ്ടിരുന്നു. കളിച്ച് അമ്മാമ്മയുടെ ഫോണിലാണേ കളിച്ച് ഒരു 88 ലെവലുണ്ട്. കാരണം ചേട്ടൻ്റെ ഫോൺ ആയതുകൊണ്ടല്ല, ചേട്ടനോട് കളിക്കുന്നുണ്ട് എത്രയായി. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അമ്മാമ്മയുടെ ഫോൺ ചാർജ് കുത്തിയിട്ടിരുന്ന ഫോൺ തറ വീണ് പൊട്ടി. അതിന് ശേഷം ഞാൻ 3 വർഷം കൊണ്ട് ഞാൻ ഫ്രീ ഫയർ കളി നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ 3ാമത്തെ വർഷം ഞാൻ പിന്നെ അമ്മയുടെ ഫോണിൽ ഫ്രീ ഫയർ കയറ്റണോ വേണ്ടേ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രീ ഫയർ കയറ്റി. അന്നത്തെ ഈ ഒരു അക്കൗണ്ടാണ് ഗൈസ് ഈ സൂപ്പർ ബോയ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ടിൽ നല്ല കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ കളിച്ചാണ് ഈ ഒരു സൂപ്പർ ബോയ് അക്കൗണ്ട് ഞാൻ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സൂപ്പർ ബോയ് അക്കൗണ്ട് ഇപ്പം കണ്ടാലറിയാം, ലെവൽ 46 ആയി, 585 ആയി. അങ്ങനെ ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. സംഭവം ഞാൻ കുറേ നാളായി കളിച്ചില്ല. ഈ സൂപ്പർ ബോയ് എന്ന് പറയുന്ന അക്കൗണ്ട് ഞാൻ കുറേ നാൾ കളിച്ചില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരു അപേക്ഷയുണ്ട്. എൻ്റെ ലൈക്ക് ടാർഗറ്റ് വെറും 100 സബ്സ്ക്രൈബ് ടാർഗറ്റ് എനിക്കൊരു 50. ഇപ്പം തന്നെ 31 കുറച്ചും കൂടെ കയറിയാൽ എനിക്കൊരു 50 സബ്സ്ക്രൈബേഴ്സിനെ തന്നാൽ ഞാൻ വളരെ സന്തോഷിക്കും. അക്ഷയക്കും വാക്സിനും വില്ലനും വെജിറ്റബിളും കണക്ക് അമ്മക്കും നമ്മളെ ഈ മിനി യൂട്യൂബേഴ്സിനും ഒരു ജീവിതം ഇല്ലേ. അപ്പോൾ നിങ്ങളുടെ ചെറിയ ലൈക്കും സബ്സ്ക്രൈബേഴ്സും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. അപ്പോൾ എൻ്റെ അനുഭവമാണ് നിങ്ങൾക്ക് ഉള്ളതിൽ ജസ്റ്റ് സബ്സ്ക്രൈബേഴ്സും കൂടെ ഇടുന്നവരാണേ. ഇട്ടിട്ട് നേരെ ഇടണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ ഫയർ അനുഭവം ഇങ്ങനെയാണെങ്കിൽ